കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ടെക്നോളജി സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ വരികയും എന്നാൽ ഡിസംബർ മാസത്തിൽ വരാൻ പോകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുകയും ചെയ്തതോടുകൂടി അമേരിക്കൻ മാർക്കറ്റ് സമ്മിശ്ര പെർഫോമൻസ് ആണ് അല്ലെങ്കിൽ മിക്സഡ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഡോ ജോൺസ് ഫ്ലാറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയപ്പോൾ S&P നാസ്ഡാക്ക് തുടങ്ങിയ ഇൻഡെക്സുകൾ ഫ്ലാറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ബ്രന്റ് ക്രൂഡിൻ്റെ വില $72.89 പെർ ബാരൽ എന്ന ലെവലിൽ ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകൾ മികച്ച റിക്കവറി കാഴ്ചവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ മാർക്കറ്റ് 82 പോയിന്റ് ഉയരുകയും 24,277 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. മൂന്നാമത്തെ ദിവസവും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ ബയറായി മാറിയിട്ടുണ്ട്. 7.78 കോടി രൂപയുടെ ഒരു ചെറിയ ബൈയിങ് ആണ് FIS നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 1,302 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഹഡ്കോ, NBCC തുടങ്ങിയ സ്റ്റോക്കുകൾ. ഉത്തർപ്രദേശിലെ നോയിഡയിലുള്ള ഹഡ്കോയുടെ ഉടമസ്ഥതയിലുള്ള 10 ഏക്കർ ലാൻഡ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി NBCCയും ഹഡ്കോയും ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ ലാൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി NBCC 600 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും നടത്തുക. KEC ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് പവർ ഗ്രിഡിൽ നിന്നും ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് 1,700 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. ഇതുവഴി KEC ഇൻ്റർനാഷണൽ എന്ന കമ്പനിയുടെ ടോട്ടൽ ഓർഡർ ബുക്കിൻ്റെ സൈസ് 16,300 കോടിയായി ഉയർന്നു. സൊനാറ്റ സോഫ്റ്റ്വെയർ എന്ന കമ്പനിക്കും ഒരു ഓസ്ട്രേലിയൻ കമ്പനിയിൽ നിന്നും $multi-million ഡീൽ ലഭിച്ചിട്ടുണ്ട്. PCBL എന്ന സ്റ്റോക്കിന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. PCBL അതിൻ്റെ പുതിയ കെമിക്കൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആന്ധ്രാപ്രദേശിൽ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ലാൻഡ് അക്വിസിഷൻ നടത്തി. 3,718 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും പുതിയ മാനുഫാക്ചറിംഗ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി നിക്ഷേപിക്കുക. നാറ്റ്കോ ഫാർമ എന്ന കമ്പനി തെലങ്കാനയിലുള്ള 14 ഏക്കർ ഭൂമി 116 കോടി രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. വാരി എനർജി റിന്യൂവബിൾ എന്ന കമ്പനിക്ക് സോളാർ ഫോട്ടോവോൾട്ടായിക് പ്രോജക്റ്റിൻ്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് 1,233 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഉജ്ജീവൻ സ്മാൾ ഫിനാൻസ് ബാങ്ക് അതിൻ്റെ 270 കോടി രൂപ വരുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് നോൺ പെർഫോമിംഗ് അസറ്റ് പോർട്ട്ഫോളിയോ ഏകദേശം 40 കോടി രൂപയ്ക്ക് ഒരു അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിക്ക് വിറ്റിട്ടുണ്ട്. സ്വിസ് ചലഞ്ച് മെത്തേഡ് രീതിയിലുള്ള സെല്ലിംഗ് ആണ്. സ്വിസ് ചലഞ്ച് മെത്തേഡ് രീതിയിലുള്ള അസറ്റ് റീകൺസ്ട്രക്ഷൻ മെത്തേഡാണ് കമ്പനി ഫോളോ ചെയ്തത്. കൂടാതെ ലോയിഡ്സ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. പ്രമുഖ കപ്പൽ നിർമ്മാണ കമ്പനിയായ ഫിൻകാൻട്രി എന്ന കമ്പനിയുമായി ചേർന്ന് നേവിക്കും അതുപോലെ തന്നെ കപ്പൽ നിർമ്മാണത്തിനും ആവശ്യമായിട്ടുള്ള ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ലോയിഡ്സ് എഞ്ചിനീയറിംഗ് വർക്ക് ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് QIP വഴി ഫണ്ട് റേസ് ചെയ്യുന്നു. ഇതിനുവേണ്ടി ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിൽ സ്റ്റേക്കുകൾ ഡിസ്കൗണ്ട് പ്രൈസിൽ സെൽ ചെയ്യുകയാണ്. 2,727 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള സെല്ലിംഗ് ആണ് ഇന്ന് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് നടത്തുക. അശോക് ബിൽഡ്കോൺ മധ്യപ്രദേശ് പൂർവ്വ ക്ഷേത്ര വിദ്യുത് വിതരൺ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ലോവസ്റ്റ് ബിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അവന്യൂ സൂപ്പർ മാർട്ട് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. അവന്യൂ സൂപ്പർ മാർട്ട് രാജസ്ഥാനിൽ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 383 ഉയർത്തി. നസാര ടെക്നോളജി ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടി പ്രിഫറൻഷ്യൽ ബേസിസിൽ അതായത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടി 984 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി അഡീഷണൽ ഇക്വിറ്റീസ് സെൽ ചെയ്യും. 885 കോടി രൂപയുടെ ഫണ്ട് റൈസ് ആണ് കമ്പനി നടത്തുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്